ഇടുക്കി തൊടുപുഴയിൽ കാണാതായ ബിജു ജോസഫിനെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. മൃതദേഹം ഇപ്പോൾ കലയന്താനിയിലെ ഗോഡൌണിലെ മാൻഹോളിൽ നിന്നും പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 2 ദിവസം മുൻപാണ് ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കാണാതായത്. സാമ്പത്തിക തർക്കങ്ങളിന്മേൽ ഉണ്ടായ കൊലപാതകമാണെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇവിടെ പോലീസ് പരിശോധന നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. 2 ദിവസം മുമ്പാണ് ബിജുവിനെ കാണാനില്ല. പ്രതികരണങ്ങളിലേക്ക് പോവാം. കോടി എടുക്കാൻ വേണ്ടി സാവ് വീണ്ടും പൊട്ടിച്ചുകൊണ്ടിരിക്കുക. പ്രതി പോലീസിന്റെ കസ്റ്റഡി ഉണ്ടെന്ന് അറിയാലോ. ബിജുവിന് തന്നെ പൊടിയാണ് ആണ് സ്ഥിരീകരിച്ചു. ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഡിവിഷനിൽ. സ്മൃതി, ഈ മൃതദേഹം ബിജുവിൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു എന്നാണ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള അദ്ദേഹം പറയുന്നത്. ഈ നിലവിൽ ഈ കാണാതായ വിവരമൊക്കെ അറിഞ്ഞിരുന്നത്? ഇല്ലില്ല, ഇപ്പം പോലീസ് വിളിച്ചപ്പോഴാണ്, ഇവിടെ ഡിവിഷൻ മെമ്പറായാലും ഗ്രാമപഞ്ചായത്ത് മെമ്പറോട് വരാൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ബോഡി മിനിങ്ങാന്നാണ് കുഴിച്ചിട്ടതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ബോഡി ചവിട്ടിയപ്പോഴാണ് മരണപ്പെട്ടതാണെന്നാണ് പ്രാഥമിക പോലീസ് പറഞ്ഞ് അറിയാവുന്നത്. ഇപ്പം നിലവിൽ ബോഡി ചീർത്ത് വണ്ണമൊക്കെ വെച്ച് വയറൊക്കെ പൊട്ടിപ്പോകാറായതുകൊണ്ട് ആ ഇറക്കിയ ഗ്യാപ്പിലൂടെ ബോഡി കയറുന്നില്ല. അപ്പോൾ വീണ്ടും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെ സഹായത്തോടെ സ്ലാബ് വീണ്ടും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോഡി നിലവിൽ കണ്ടെത്തി കെട്ടി ഇനി എടുത്ത് ഉയർത്തിയാൽ മാത്രം മതി. ബിജു പോലീസ് ചെയ്ത് ഇപ്പോൾ പ്രതി 4 പ്രതികളെ കണ്ട കസ്റ്റഡിയിലുണ്ട്. തൊഴിൽ ബന്ധുക്കളുണ്ടോയെന്ന് എനിക്കറിയില്ല. യോമോ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ളൊരു കാറ്ററിംഗ് സർവീസൊക്കെ നടത്തുന്നതാണ്. എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് വലിയ അടുപ്പില്ലെങ്കിലും അത്യാവശ്യം നല്ല കുടുംബത്തിൽപ്പെട്ട ആളാണെന്നാണ് എൻ്റെ ഇവിടുത്തെ ഡിവിഷനിലൊക്കെ ആയി ബന്ധപ്പെട്ട അത്യാവശ്യം കുടുംബത്തിൽ പറഞ്ഞ ആളാണ്. ദേവമാത എന്നാണ് കാറ്ററിങ്ങിൻ്റെ പേര്. ഇവർ തമ്മിൽ ഷെയർ ബിസിനസ്സോ അങ്ങനെ കണ്ട ഒരു സാമ്പത്തിക ഇടപെടലെന്തോ വിഷയമാണെന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് അറിയാൻ സാധിച്ചത്. ഇങ്ങനെ നാട്ടുകാരും പറയുന്നു, അല്ലാതെ കൂടുതൽ അറിയാൻ പാടില്ല. ജോമോൻ പിടിയിലുണ്ടോ? ജോമനകത്തുണ്ട്, അകത്തുണ്ട്. 4 പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഒരാൾ നിലവിൽ ജയിലിലുണ്ടെന്ന്, ഒരു കാപ്പക്കേസിലും കണ്ട പ്രതിയാണെന്നാണ്. സ്മൃതി, വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാറ്ററിംഗ് ഈ ഒരു ഗോഡൌണിൻ്റെ, സ്ഥാപനം നിൽക്കുന്ന ഗോഡൌണിൻ്റെ ഉടമയായിട്ടുള്ള ജോമോൻ, ആ ജോമോനായിരുന്നു ഈ ബിജുവിൻ്റെ പാർട്ട്ണർ എന്നാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള അദ്ദേഹം പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജോമോനുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ബിജുവിനുണ്ടായിരുന്നു. ആ ഒരു തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികമായ ചില മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മറ്റ് തലങ്ങളിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ 3 പേരുടെ കൂട്ടത്തിൽ ജോമോനും ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്, നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും അതൊരു നിർണായകമായ കാര്യം തന്നെയാണ്. സുഹൃത്തുക്കൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നതിൻ്റെ സാഹചര്യം എന്ന് വളരെ വ്യക്തമാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സാമ്പത്തിക ഇടപാടുകൾ തമ്മിൽ നിരവധി ഇടങ്ങളിൽ ഇവർ തമ്മിൽ കേസുകൾ നിലനിന്നിരുന്നു. ആ കേസുകൾ പറഞ്ഞു തീർക്കുകയും എഗ്രിമെൻറ്റുകൾ വെക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ പോലീസിൻ്റെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ പോലീസിന് ലഭിച്ച ഇല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ നൽകണം എന്ന് തീരുമാനിക്കുന്നു. ആ കൊട്ടേഷൻ നൽകുമ്പോൾ മർദ്ദിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെ പോരുന്ന വഴിയിൽ, വാഹനത്തിൽ തട്ടിക്കൊണ്ടു പോരുന്ന വഴിയിൽ ക്രൂരമായി മർദ്ദിക്കുന്നു. ആ മർദ്ദനത്തിനൊടുവിൽ മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചതിന് ശേഷം മൃതദേഹം ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഈ ഒരു കാറ്ററിംഗ് സർവീസിൻ്റെ ഉടമയായിട്ടുള്ള ജോമോൻ എന്ന് പറയുന്ന ആളുടെ ഈ ഗോഡൌണിനുള്ളിലെ മാൻഹോളിനുള്ളിലേക്ക് തള്ളിയിട്ട് ഇവർ രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി നമുക്ക് അത്തരത്തിലാണ് എന്ന പോലീസിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം തന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സാമ്പത്തിക തർക്കം, അതിനുശേഷം കൊട്ടേഷൻ നൽകുന്നു. കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നിന്നുള്ള 2 പേർ ഇവിടേക്ക് എത്തുന്നു. അതിനുശേഷം ബിജുവിനെ തട്ടിക്കൊണ്ടുപോകുന്നു. ആ പോകുന്ന വഴിയിലുണ്ടാകുന്ന ക്രൂരമായ മർദ്ദനം, ആ മർദ്ദനത്തിൽ ചവിട്ടേറ്റ രീതിയിലാണ് മരണമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ മർദ്ദനത്തെ തുടർന്ന് മരണം സംഭവിക്കുന്നു. മരണം സംഭവിച്ചതിന് ശേഷം ഈ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്ന, ഇല്ലെങ്കിൽ കൊട്ടേഷൻ നൽകിയെന്ന് പറയപ്പെടുന്ന, ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ജോമോന്റെ ഈ കെട്ടിടത്തിനുള്ളിലെ, ഈ ഗോഡൌണിനുള്ളിലെ
മാൻഹോളിലേക്ക് തള്ളിയിട്ട പ്രതികൾ ഇവിടെ നിന്ന് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വളരെ കൃത്യമായി തന്നെ അത്തരം കാര്യങ്ങൾ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് പ്രതികൾ നൽകിയ മൊഴി, ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ നേരിട്ട് എത്തിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുന്നു. അപ്പോൾ അത് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് നടത്തിയിരിക്കുന്നുണ്ടായിരുന്നാലും ബിജുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസിന് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോലീസ് ആ കാര്യത്തിൽ സ്ഥിരീകരണം നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം